ചന്ദ്രിക ദിനപത്രം ഓഗസ്റ്റ് 29 വെള്ളി 2025. ആമിർ കോഡൂർ എഴുതുന്നു. പോരാട്ടം, അതിജീവനം, നീതികാലത്തിൻ്റെ വീണ്ടെടുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ജനാധിപത്യത്തിൻ്റെ 3 സ്തംഭങ്ങളായ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയിൽ കാര്യനിർവഹണ വിഭാഗമായ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് സിവിൽ സർവീസ്. സർക്കാരുകൾ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് യഥാസമയം എത്തിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് സർവീസ് മേഖലയുടെ പ്രധാന ദൗത്യം. ജനായത്ത സംവിധാനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രാജഭരണ കാലഘട്ടങ്ങളിലും തുടർന്നു വന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിലും സിവിൽ സർവീസ് നിലവിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് നാട്ടുകാരിൽ നിന്നും നികുതി പിരിക്കാൻ ജീവനക്കാരെ റവന്യൂ കളക്ടർമാരായി നിയമിച്ചു. ഉദ്യോഗസ്ഥർക്ക് മാന്യമായ ശമ്പളം നൽകുകയും സീനിയോറിറ്റി നിശ്ചയിക്കുന്ന രീതി ആരംഭിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് കാലത്താണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി ആരംഭിച്ചത്. 1861 ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് ആക്ട് നടപ്പിലാക്കി. 1904 ഗവൺമെൻറ് സെർവൻ്റ് കോൺട്രാക്റ്റ് റൂൾസ് നടപ്പിലാക്കിയതോടെ ഉദ്യോഗസ്ഥർക്ക് കർശന അച്ചടക്കം നിലവിൽ വരികയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് വീഴുകയും ചെയ്തു. ഇന്നും തൽസ്ഥിതി തുടരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കിയതിൽ കേരള സിവിൽ സർവീസ് മേഖലയുടെ പങ്ക് വലുതാണ്. 1960-61 കാലഘട്ടത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ പൊതുസംഘടന എന്ന നിലക്ക് NGO യൂണിയൻ പിറവിയെടുത്തത്. 10 വർഷം കൊണ്ട് സംഘടനയുടെ നിയന്ത്രണം CPMൻ്റെ കൈകളിലെത്തി. EMS സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ കണ്ടില്ലെന്ന് നടിച്ച് ജീവനക്കാരുടെ സമരാവശ്യത്തെ NGO യൂണിയൻ തല്ലിക്കെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൻ്റെ ഭാഗമായി ജോയിൻ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ എന്ന മറ്റൊരു സംഘടന രൂപം കൊണ്ടു. തുടർന്ന് കേരള NGO അസോസിയേഷൻ രൂപീകരിക്കാൻ കോൺഗ്രസ് അനുകൂലികൾ നിർബന്ധിതമാവുകയും ചെയ്തു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയ യജമാനന്മാരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന സംഘങ്ങളായി സർവീസ് സംഘടനകൾ മാറുന്നതാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് കൂടി തുല്യ പ്രാധാന്യം നൽകുക എന്ന തത്വത്തിലൂന്നി 1982 ഡിസംബർ 28 സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ അഥവാ SEU എന്ന സർവീസ് സംഘടന കോഴിക്കോട് വെച്ച് രൂപീകൃതമാകുന്നത്. MC ഇബ്രാഹിം വടകര പ്രസിഡന്റായി പ്രഥമ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. CHൻ്റെ പിന്തുണയും നിർദ്ദേശങ്ങളും സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിൽ ഏറെ സഹായകരമായി മാറി. പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജീവനക്കാർ ധാരാളം അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുത്തു. 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം, വർഷത്തിൽ 2 തവണയുള്ള ക്ഷാമബത്ത വർധനവ്, ലീവ് സറണ്ടർ, ഭവന നിർമ്മാണ വായ്പാ പദ്ധതി, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, ആശ്രിത നിയമനം, വിവിധ അലവൻസുകൾ തുടങ്ങിയവ ഉദാഹരണങ്ങൾ. UDF സർക്കാരുകളുടെ കാലഘട്ടത്തിലാണ് ഇവയിൽ മിക്കതും നടപ്പിലാക്കിയത്. ഐക്യ കേരള ചരിത്രത്തിലെ ഏറ്റവും മാതൃകാപരമായിരുന്നു 2011-2016 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലഘട്ടം. ജനങ്ങൾക്കും ജീവനക്കാർക്കും ഈ 5 വർഷത്തിൽ ധാരാളം ക്ഷേമപ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടായി. യഥാസമയം അർഹമായ ആനുകൂല്യങ്ങൾ നൽകിയാൽ ജീവനക്കാർ സംതൃപ്തരാവുകയും സമഗ്ര വികസനത്തിന് വേഗത കൈവരാൻ സാധിക്കും എന്നതിനാൽ അർഹമായ ആനുകൂല്യങ്ങൾ യഥാസമയം അനുവദിക്കേണ്ടതുണ്ട്. 2011-16 10ാം ശമ്പള പരിഷ്കരണം ജീവനക്കാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളുടേതായി മാറി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചതും അധികമായി PSC നിയമനങ്ങൾ നടന്നതും. കാരുണ്യ ചികിത്സാ പദ്ധതിയും ക്ഷേമ പെൻഷനുകളുടെ പരിഷ്കരണവും അടിസ്ഥാന സൗകര്യം തുടങ്ങിയ വൻകിട പദ്ധതികളും വിഴിഞ്ഞം സിറ്റി, കൊച്ചി സ്മാർട്ട് സിറ്റി, കണ്ണൂർ എയർപോർട്ട്, കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്നിവ ഉദാഹരണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി മുഖേന ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് നേരിട്ട് സഹായവും ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ഉമ്മൻചാണ്ടി സർക്കാരിന് ലഭിച്ചു. എന്നാൽ 2016 അധികാരത്തിലെത്തിയ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ കേരളം 60 വർഷം കൊണ്ട് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും ഓരോന്നോരോന്നായി ഇല്ലാതാക്കി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 9 വർഷത്തെ ഇടതുഭരണത്തിലെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും മൂലം പിന്നോട്ടുപോയി. 2001 UDF സർക്കാർ സ്വാശ്രയ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ അക്രമാസക്തമായ സമരങ്ങൾ നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തത് ആർക്കും മറക്കാൻ കഴിയില്ല. കൂത്തുപറമ്പ് വെടിവെപ്പും 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും സഖാക്കൾ മറന്നുപോയതുപോലെയാണ്. പിണറായി സർക്കാർ സ്വാശ്രയ മേഖലയെ വാരിപ്പുണരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള തീരുമാനം ഇടതുപക്ഷ നയ വ്യതിയാനമാണ്. TP ശ്രീനിവാസന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ചത് മലയാളികൾ മറന്നിട്ടില്ല.
PSC റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തികളാക്കി ദിവസവേതന നിയമനവും കോൺട്രാക്ട് നിയമനങ്ങളും തകൃതിയായി നടക്കുന്നു. 4-5 വർഷം സർവീസുള്ള 15,000-ൽ പരം എയ്ഡഡ് അധ്യാപകർ ഇപ്പോഴും ദിവസവേതനമാണ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. 10,000-ഓളം അധ്യാപകർ ശമ്പളം ലഭിക്കാതെ പട്ടിണിയിലാണ്. ജനങ്ങളും ജീവനക്കാരും സംതൃപ്തരായ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ SEUവിൻ്റെ 42ാം സംസ്ഥാന സമ്മേളനം പോരാട്ടം, അതിജീവനം, നീതികാലത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികളോടെ 2025 ആഗസ്റ്റ് 29, 30, 31 തീയതികളിലായി മലപ്പുറത്ത് നടക്കുകയാണ്. തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പുഴി. ശബ്ദം ഫാത്തിമ സനീർ.